അപ്പൊ ഞാൻ ടീച്ചറെ ദീപ ടീച്ചർ ഇപ്പം ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ അതോ മല കയറുകയാണോ? ഞാൻ ടീച്ചർ പ്രൊഫഷനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ അവധിയാണ്. പിന്നെ ഓണം മിക്കവാറും വീക്കെൻഡ് ഒക്കെ കേരളത്തിലെ നമുക്ക് മലപ്പുറത്തായതുകൊണ്ട് കാസർഗോഡ് വരെയും തിരുവനന്തപുരം വരെയും ഒരു സാറ്റർഡേ സൺഡേയിൽ പോയി വരാം. ഒരു ട്രക്ക് ചെയ്തിട്ട് ടീച്ചർ ബേസ് ക്യാമ്പിൽ നിന്ന് മേലോട്ട് പോകാൻ പറ്റാതെ ടീച്ചർ എപ്പോഴെങ്കിലും കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതായത് ഒരു ട്രക്കിങ്ങിന് പോകുന്നയാവട്ടെ അല്ലെങ്കിൽ ഒരു പിന്നെ കാട്ടിനകത്ത് വിട്ടുപോയാൽ എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ടീച്ചറെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ പ്രിക്കോഷൻസ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ചും കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു കുട്ടികൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ കൂടുതൽ ഇത്തരം കഥകളെ ഒക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെന്നൊക്കെ തോന്നും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ആൺകുട്ടികളോട് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, ഞാൻ മിനിഞ്ഞാന്ന് ഹിമാലയത്തിൽ നിന്ന് വന്നതാ. ഞാനിപ്പോ ഒരു ഹിമാചൽ റൈഡ് കഴിഞ്ഞിട്ട് വന്നത്. ഇപ്പൊ അടുത്തുണ്ട് കൊണ്ടുപോകണം. അതായത് ഇപ്പൊ നമ്മളെ സേഫ് സോണിൽ നമുക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാനിപ്പോ ഹിമാചൽ റൈഡ്, അതായത് മണാലിന്ന് സ്പിത്തിയിലേക്ക് ഉള്ള സ്പിത്തിയിലേക്ക് റൈഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ നാട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പോ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പറയുന്നത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ പോണേ, പഠിച്ചിട്ടല്ലേ പോണേ. അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ട്രെയിനിങ് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ടീച്ചർ ഇത്രയും യാത്രകൾ നടത്തിയതാണ്. കുട്ടികളെ പോലും പഠിപ്പിക്കാൻ ടീച്ചർ തയ്യാറല്ല. അതാണ് ഈ വിഷയം പറഞ്ഞത്. ഇർഫാൻ ട്രെയിനർ അല്ലേ? അതെ, റോഡിൽ അങ്ങനെ യാത്ര പഠിപ്പിക്കുന്ന ആളല്ലേ? അതൊക്കെ സമ്മതിച്ചു. അതൊക്കെ യാത്ര ചെയ്ത് ടീച്ചർ ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യം കുട്ടികളെ എല്ലാരും പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു കാട്ടിലകപ്പെട്ടു പോയി പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു കാര്യം, എല്ലാ കാര്യവും എല്ലാരെയും പോയി പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ അതാണ്. വരും അതും മനുഷ്യന് സെൽഫ്. ഇപ്പൊ ചേട്ടൻ അറിഞ്ഞിട്ടാണ് പല കാര്യങ്ങളും ചെയ്യണം. ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും വരും. നമ്മൾ ഈ സേഫ് സോണിൽ ഇരുന്നിട്ട് അത് ഡേഞ്ചറാണ് ഇത് ഡേഞ്ചറാന്ന് പറയണ്ട. ഒരു തേങ്ങ വീണാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു തേങ്ങ നില വീണാലും മരിക്കും. കാലത്തിൽ പോയി ഓക്സിജൻ